അതിജീവിതയാണ് എന്നുള്ള രീതിയിലേക്ക് രാഹുൽ സംസാരിച്ചപ്പോൾ എടുത്തു പറഞ്ഞു. അങ്ങനെയല്ല ഇങ്ങനെ ആരതൊക്കെ ഇതിറ്റകളൊക്കെ കൊടുന്ന് ഇതിൽ എത്തിയാലോ പറഞ്ഞാൽ മതി. ഓളെന്നിട്ട് അതിജീവിതം എത്രേ ഇപ്പൊ എന്തായി? അടിയന്തര ജീവിതമായില്ലേ? ഇപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഷിൻഡിത അവതാരത്തിനെ കുറിച്ചിട്ടേ കൂടുതൽ അറിയാൻ ആരും ഇനി ബാക്കിയില്ലല്ലോ. വൈറലാവാൻ നോക്കിയിട്ടേ എയറിലായിട്ടേ അവസാനം ജയിലുമായി. അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട ഒരു മഹത് വ്യക്തിയാണ് ഈ ഷിൻഡിത. എന്നിട്ടിപ്പോൾ മഴ പെയ്താലേ പിറ്റേ ദിവസം പാറ്റ പൊടിയില്ലേ, അതേമാതിരി കുറേണ്ണം ഇറങ്ങിയിരുന്നു. കുറേന്നൊന്നും പറയാല്ല, 1, 2, 3 അങ്ങനെ 2-3 പെട്ടെന്ന് ഇവരൊക്കെ എവിടുന്ന പൊന്തി വന്നിക്കണെന്നാവോ. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഷിൻഡിത ഒരാളെ കൊലക്കൊടുത്തു. എന്നിട്ടിപ്പോൾ അയാളെ പച്ചർച്ച തിന്നാനേ വേറെയും കുറേണ്ണം ഇറങ്ങിക്കണു. അതുമല്ലാതെ ഇവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇന്റർവ്യൂ എടുക്കാൻ വേറെയും കുറയണം. ഇവർക്കൊക്കെ ഒരു കസാരയും മയക്കും കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ എന്താ പറയണെന്നേ ഇവർക്ക് തന്നെ അറിയില്ല. പിന്നെ അങ്ങോട്ട് തള്ളി മറിച്ച കരം. നമുക്ക് ആ തള്ളി മറിച്ചലൊന്ന് കണ്ടാലോ? എന്നാ വരി. അയാളുടെ കൈ പൊങ്ങിയില്ലായിരുന്നെങ്കിൽ തട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ വിശ്വാസങ്ങളെ മൊത്തം സാധിച്ചു നിർത്തി ഞാൻ പറയുന്നു, ഞാൻ അയാളെ കുറ്റപ്പെടുത്തില്ലായിരുന്നു. പക്ഷെ ഹി ഡിഡ് ഇറ്റ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അയാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു മാറ്റമില്ല. അയാൾ ചെയ്തിട്ടുണ്ട്, ഒരു മാറ്റമല്ല, അയാൾ ചെയ്തിട്ടുണ്ട്. അല്ല എന്ത് ചെയ്തു എന്നായി പറയണേ? ഇവരൊക്കെ കണ്ടെന്താ ബാക്കിലെ ഫിറ്റ് ചെയ്തിക്കണേ? ആ വീഡിയോ കണ്ട ബുദ്ധിയും ബോധമുള്ള എല്ലാവർക്കും അറിയാം ആരെത്താ തെറ്റേന്ന്. അയാൾ ജോലിയും കഴിഞ്ഞിട്ടേ എങ്ങനെയും ഒന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് ഓളെ ക്യാമറയും തൂക്കി പിടിച്ചിട്ടേ ഓളോളെ മറ്റേത് മുട്ടിച്ചിട്ടേ എന്നിട്ട് ഇപ്പോൾ അയാൾ ചെയ്തിക്കണമെന്ന് ഒരു ടാറ്റു അടിച്ചിട്ടേ മോന്തൻ്റെക്കായും വലുപ്പമുള്ള ഒരു കണ്ണാടിയും വെച്ചിട്ട് മൂക്കുമ്മര് വാളയിട്ട് വന്നു കഴിഞ്ഞാലേ എന്ത് വിടുവായത്തരം പറയുന്ന ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ മൊത്തം വിഡ്ഢികളും ഇവർ കുറച്ച് ആൾക്കാർ മാത്രം മന്ദബുദ്ധികള്, അല്ല അലാക്കിന്റെ ബുദ്ധിമതികള്. അത് തരക്കടില്ല. എന്തായാലും ബാക്കി പറ. ബാഗ് ഇങ്ങനെ പിടിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ലിഫ്റ്റ് ചെയ്യുമ്പോൾ നീ ബാക്ക് ചെയ്യുന്ന സാധനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അയാള് ഫ്രണ്ടിൽ ബാഗ് പിടിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് അപ്പൊ ഇനി എല്ലാരും ബസ് പോകുമ്പോഴേ ഈ ചേച്ചിന്റെ അടുത്ത് ബാഗ് കൊടുത്തിട്ട് പോയാൽ മതി. എന്ത് ബ്ലണ്ടർ വർത്താനാണ് ഇതൊക്കെ? ഇനിയിപ്പോ ബാഗൊക്കെ പിടിക്കാനേ ഇനി ആദ്യം ട്രെയിനിങ് ഒക്കെ എടുക്കണം. എവിടുന്ന് അങ്ങനത്തെ ആൾക്കാരൊക്കെ പിടിച്ചിവിടെ കൊടുന്ന് ഇരുത്തണമെന്നാവോ? തീരെ നിലവാരമില്ലാത്ത വർത്താനങ്ങളായി പോയി. എന്തായാലും ബാക്കി കൂടി പറയേ. എത്ര സമയം എന്നുള്ള രീതിയിലേക്ക് ഒരു ഭാരമുള്ള ഒരു ബാഗ് എത്ര നേരം ഭാരമുള്ള ബാഗ് അല്ല. ഒന്നാമത്തെ തന്നെ അതിനകത്തൊന്നും കാണാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് വെരി വെരി അപ്രീഷിയേറ്റീവ്. ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യ. എന്തൊക്കെയാണ് ഈ പറയണേ? ബാഗിലൊന്നും കണ്ടില്ലാന്ന്. അതിപ്പോ നിങ്ങളെ HD കണ്ണടച്ചിട്ടും കാര്യമല്ല. നിങ്ങൾക്കെന്നല്ല ഈ ലോകത്ത് ആർക്കും ബാഗിന്റെ ഉള്ളിലുള്ള കാണൂല. അങ്ങനെ എന്തിൻ്റെയിലൊക്കെ ഉള്ളിലുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലേ നിങ്ങളൊക്കെ ഉള്ളിലുള്ള ഈ വിഷങ്ങളില്ലേ അത് ജനങ്ങൾ തിരിച്ചറിയില്ലേ. അതുകൊണ്ട് അധികം ആരുടെ ഉള്ളിൽ നോക്കാതിരിക്കണതാണ് തൽക്കാലം നല്ലത്. പിന്നെന്താ പറഞ്ഞ് അതിൽ ഭാരമില്ലാന്നോ? അതെങ്ങനെ ചേച്ചിക്ക് മനസ്സിലായി? ചേച്ചി അത് തൂക്കി നോക്കിയോ? എപ്പോ? നമ്മളാരും കണ്ടില്ലല്ലോ. അല്ലാതെ ഇപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ആ ഭാരം മനസ്സിലാകുക? അപ്പൊ നിങ്ങളാണ് ആ നോക്കിയിട്ട് തൂക്കണ ആളല്ലേ? വല്ലാത്തൊരു കഴിവ് തന്നെ അത്. ഐ അപ്രീഷിയേറ്റ് യു പാരസിറ്റമോൾ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യ. അല്ലെങ്കിൽ അധികം ഇംഗ്ലീഷ് വേണ്ട അല്ലേ? ഇനിയിപ്പോ നാളെ ഇംഗ്ലീഷും കൊണ്ട് വരും. ബാക്കി പറയും. ഞാൻ എന്താ ചെയ്യുന്നത്? ഭാരമുള്ള ബാഗ് KSRTC ബസ് മേലെ ഒരു സാധനം ഉണ്ട്, അവിടെ വെക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കും. കാലാകാലങ്ങളായി സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ന് വരെ ഞങ്ങളെല്ലാം ഇന്ന് പോലും ഞാൻ ട്രെയിനിൽ കയറിയപ്പോഴും ചെയ്തത് അതാണ്. ഒന്നെങ്കിൽ മേലെ വെക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പേസ് വെക്കും. വെയിറ്റ് ഉള്ള ബാഗാണ്. എന്തൊക്കെയാണ് ഈ ചേച്ചി പറയുന്നത്? ചേച്ചി ഏത് കാലഘട്ടത്താണ് ജീവിക്കണത്? കുമ്പിട്ടെന്ന് കഴിഞ്ഞാൽ സാമാനം അടിച്ചുകൊണ്ടുപോണ കാലാണ്. എന്നിട്ടാ പറയണേ അവിടെ വെച്ചൂടെ ഇവിടെ വെച്ചൂടെ എന്നൊക്കെ. ഈ ഷിൻഡിതനെ പോലുള്ള ആൾക്കാരുടെ അടിയിലില്ലേ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വേണം പോകാന്. എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു ബാഗെങ്കിലും സേഫ്റ്റിക്ക് ഉണ്ടല്ലോ. ആ ബാഗും കൂടി ഇല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടാവും. അല്ലാത്ത ജാതി ആൾക്കാരെന്നെ. ബാക്കിയും കൂടി മൊഴിഞ്ഞാട്ടെ. എന്തിനാണ് കൂടുതൽ വിഷമിക്കുന്നത്? ദീപകിന്റെ ആത്മഹത്യയിലാണോ അതോ ഷിൻജിത ജയിലായാലാണോ? എവിടെയാണ് പറയുന്നത്? ഈ ഭൂമിയിൽ ആദ്യമായിട്ട് നടക്കുന്നല്ലോ. എന്താ മോത്തൊരു സന്തോഷം. മരണമൊന്നും ഈ ഭൂമിയിൽ ആദ്യമായിട്ടൊന്നല്ലല്ലോ. അതൊക്കെ അവനാൻ്റെ വീട്ടിൽ വരണം. അപ്പൊ ഈ ചിരിയൊന്നും ഉണ്ടാവില്ല മോത്ത്. അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോഴേ മക്കളിങ്ങനെ പോണതേ എത്ര വേദന ഉള്ളതാന്നേ നിങ്ങളെപ്പോലുള്ള ഈനാമ്പേച്ചികൾക്കേ അല്ല ഫാമിലിച്ചുകൾക്കേ പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവരൊക്കെ മനുഷ്യന്മാരെന്നെ ആണോ? ഒരാളെ മരണം കണ്ടിട്ടേ അതിന് ഉത്തരവാദി മറ്റയാളാന്ന് അറിഞ്ഞിട്ടേ പിന്നെ ഓളെ പുണ്യാളത്തി എന്ന് പറഞ്ഞ് നടക്കുക. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഇവരൊന്നും മനുഷ്യഗണത്തിൽപ്പെടുന്ന ആൾക്കാരേ അല്ല. ഇനിയിപ്പോൾ ഏതായാലും മനുഷ്യന്മാരെ മാറ്റി നിർത്താ. ഏതോ ഒരു ചെയ്ത്താനും ഇറങ്ങിയേക്കണു. എന്നിട്ട് ആ ചെയ്ത്താൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടോക്കി. അയാൾ പിടിച്ചിട്ടുണ്ടെന്നുള്ള 100% അയാൾ തട്ടിയിട്ടുണ്ട്. ഈ പെണ്ണിനെ മാത്രമല്ല അപ്പുറത്ത് മറ്റേ വേറെ പെണ്ണുണ്ട്, അവളെയും തട്ടിയിട്ടുണ്ട്. ആ പെണ്ണിനെ മാത്രമല്ല വേറെയും പെണ്ണിനെ തട്ടിക്കണു. ഏത് ഈ ചെയ്ത്താനെ? ഇവനൊന്നും ആ വീഡിയോ നേരത്തിൽ കാണാനേ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവന്റെയൊക്കെ തല പൊന്തിയിട്ട് വേണ്ടേ? കണ്ണി കണ്ട കാട്ടറായി അടിച്ചിട്ടേ ബോധം പോയിട്ടേ രാവിലെ നീച്ചിട്ടേ കുളിച്ചൂല നനക്കൂല ക്യാമറയും ഓണാക്കിട്ടേ വളവളാന്ന് പറയുന്ന ആളാണിത്. എന്നിട്ടും പറയാ ഇവളിയല്ല അവളിയല്ലാന്ന്. എന്നുവെച്ചാ ഡ്രൈവറേയും കൂടി കൊണ്ട് പറഞ്ഞളാ. എന്നേ വേണ്ട കണ്ടക്ടറേയും കൂട്ടിക്കളാം. ഏത് പൊന്തക്കാട്ട് നമ്പറൊക്കെ പൊന്തി തന്നെന്നാവോ. കുറെ കാലം ഒളിച്ചിരിക്കായിരുന്നു അടി കിട്ടുമെന്ന് എഴുതിയിട്ട്.
ഇപ്പൊ പിന്നെ മെല്ലെ മെല്ലെ തലപൊക്കണുണ്ട്. മറ്റേ കുളത്തിൽ മറ്റേ നീർക്കോലിയൊക്കെ തലപൊക്കൂലേ അതേപോലെ. ഇവരിങ്ങനെ വളവളാന്ന് പറയുന്നുണ്ട്. അതൊക്കെ പാടെ കണ്ടിരിക്കാണെങ്കിൽ നമുക്ക് സമയമില്ല. ഒന്നും കൂടി കാണാം. അവർ ചെയ്ത് തെറ്റെന്താണ് അങ്ങനെയാണെങ്കിൽ? വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത് അത് തെറ്റോ കുറ്റോ ആണെന്ന് ഇതുവരെ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അതേടെ ചെയ്ത്താനേ, ഇജ്ജൊക്കെ തുണില്ലാതെ നിന്ന് കഴിഞ്ഞാലേ അന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇജ്ജൊക്കെ അത് ആസ്വദിക്കും. കാരണം എന്താണെന്നറിയോ, എനക്കൊന്നും നാണമാനം തൊട്ട് തീണ്ടിയിട്ടില്ല. പക്ഷെ സമൂഹത്തിലേ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടേ തെറ്റായ രീതിയിലൊക്കെ ചിത്രീകരിക്കൂലേ, അതൊന്നും ചിലപ്പോൾ ചില ആൾക്കാർക്കേ താങ്ങാൻ പറ്റൂല. സത്യം പറഞ്ഞാലേ അയാൾ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടേ ഇജ്ജൊക്കെ അതിന്റെ പച്ചർച്ച ഇങ്ങനെ തിന്നുന്നുണ്ടല്ലോ. ഒരൊന്നര ചെയ്താന്നെ ഇജ്ജ് കരുതി കൂട്ടിയിട്ട് എനിക്ക് ആ പേരിട്ടാനെ. എന്തായാലും ഇതിനെ കുറിച്ചിട്ട് നമ്മളെ നാഗച്ചേച്ചി എന്തൊക്കെയാ പറയുന്നുണ്ട്, നമുക്ക് അതൊന്നും കേട്ടോക്കാം. ചില പെണ്ണുങ്ങൾ അതിനുവേണ്ടി അങ്ങ് തുണി അങ്ങ് ഇറങ്ങും. എങ്ങനെയെങ്കിലും അങ്ങ് വയറലായാ മതിന്ന്. അതായത് വയറ്റിലായാലും അവന്മാർക്ക് കുഴപ്പമില്ല, വയറലായാ മതി. അതന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ആകേച്ചി. കുറെ ഏച്ചിമാര് കുറെ ചെയ്ത്തന്മാരുണ്ട്, ഓലെ കണ്ട് കേക്കട്ടെ. കണ്ടില്ലേ, ഇതിനുള്ള സാമാന്യ ബോധം കൂടിയേ ഇവന്മാർക്കും ഇവന്മാർക്കൊന്നും ഇല്ലാതായി പോയല്ലോ. എന്നാലേ ഷിണ്ടിദാനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സങ്കട വാർത്ത ഉണ്ട്. അതൊന്നും കണ്ടോക്കി. മനം നൊന്ത യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഇപ്പൊ എന്തായി? ഇനിയിപ്പോ എല്ലാരുമേ മൂട്ടൊന്ന് പൊടിയും തട്ടിട്ടേ അവനാന്റെ പെരയ്ക്ക് പോയിക്കോളി. ഇപ്പൊ ഇന്റർവ്യൂ ഒന്നും കിട്ടൂല, അതിന് തീരുമാനമായി. ഞാനിപ്പോ അതല്ല ആലോചിക്കണേ, ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇവരൊക്കെ ഇന്റർവ്യൂവിന് വിളിക്കണേ? ഇതിപ്പോ എന്താ കഥ എന്നറിയോ? സമൂഹത്തിൽ ആരാ ബലം കടിച്ച് നിൽക്കണേ ഓലെ വിളിച്ചിട്ട് ഇന്റർവ്യൂ എടുക്കുക. അതാകുമ്പോ തെറി പറയാനാണെങ്കിലും ആൾക്കാർ കാണുമല്ലോ. ദയവ് ചെയ്തിട്ടേ നിങ്ങളെത്തൊക്കെ ഒരു അപേക്ഷയാണ്, ഈ ഇന്റർവ്യൂ എടുക്കണൊക്കെ ആയിണ്ടെങ്കിലേ ആ കുടുംബത്തിന് വല്ല ധനസഹായം ചെയ്യും. അപ്പൊ ഇതിനേക്കായും റീച്ച് കിട്ടും. ഒരു കുടുംബത്തിനെ തന്നെ വഴിയാധാരാക്കിയതും പോരാഞ്ഞിട്ടേ എന്നിട്ട് ഓളെ സപ്പോർട്ട് ചെയ്യാൻ നെളിഞ്ഞിരുന്ന് വന്ന് ചലക്ക. ഇവരെ കൊണ്ടൊന്ന് സമൂഹത്തിന് ഒരു ഉപകാരമല്ല, ആ കുടുംബത്തിനെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ? സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇവരെ കൊണ്ട് സ്ത്രീകൾക്ക് ഉപദ്രവമല്ലാതെ ഉപകാരം ഉണ്ടാവുന്ന ആരും കരുതണ്ട. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവരൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ നടക്കാന്നാ പറയണേ. പക്ഷെ സ്ത്രീകൾ പോലും ഇവരെ സപ്പോർട്ട് ചെയ്യണില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഈ ഒരുങ്ങിക്കെട്ടിയിട്ട് സകല മീഡിയ കൂടി പോയിട്ട് എന്തൊക്കെ വളവളാന്ന് വിളിച്ചു പറയണേ? ഇവരൊക്കെ ഏതൊക്കെ മാളത്തിൽ പോയി ഒളിച്ചിരിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ ഒരാൾ മരിച്ചപ്പോഴേ അയിമ പിടിച്ച് കയറാൻ നോക്കുകയാണ്. പിന്നെ മറ്റുള്ള കാര്യം അത് കോടതി നോക്കിക്കോളും. വെറുതെ ഇതിന്റെ പേരും പറഞ്ഞിട്ടേ അയാളെ പച്ചർച്ച ഇങ്ങനെ തിന്നണ്ട. ഒന്ന് നിർത്തിക്കൂടെ? അയാൾ ഈ ഭൂമിയിൽ ഇല്ലല്ലോ, പിന്നെ അയാൾ ഇങ്ങനെ കുറ്റക്കാരനാണെന്ന് ഇങ്ങനെ പറയാം. ഹൗ, വല്ലാത്ത ജന്മങ്ങൾ തന്നെ. എന്തായാലും ഇവരിതൊന്നും നിർത്തുന്നോണ്ടില്ല, അതുകൊണ്ടേ ഞാൻ നിർത്താണ്. അപ്പൊ എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.